हरि ओम। ओम सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभाङ्गं लक्ष्मीकान्तं कमलनयनं योगिहृद्यानगम्यं वन्दे विष्णुं भवभयहरं सर्वलोकैकनाथम्। ഇന്ന് നമ്മൾ 63, 64 ശ്ലോകം അതാണ് എടുക്കാൻ പോണത്, വായിക്കാൻ പോണത്. 63, 64. ശുഭാംഗ ശാന്തിദ സൃഷ്ട കുമുദ കുവലേശയാ ഗോഹിതോ ഗോപതിർഗോപ്ത വൃഷഭാഷോ വൃഷപ്രിയ അനിവർത്തി നിവൃത്താത്മാ സംക്ഷേപ്തക്ഷേമകൃശ്ചിവ ശ്രീവത്സവക്ഷാ ശ്രീവാസ ശ്രീപതി ശ്രീമദംവര. അടുത്ത നാമം കാണാൻ പോകുന്നത് 591 നാമം ഗോഹിത. ഗോഹിത, ഗോക്കൾക്ക് ഹിതം ചെയ്യുന്നവൻ അർത്ഥം. ഗോക്കളെ മേച്ച് അവയ്ക്ക് ഹിതമായവൻ, അവർക്ക് ഇഷ്ടമായവൻ, അവർക്ക് ഹിതം ചെയ്യുന്നവൻ. ഗോ എന്ന് വെച്ചാൽ പശു എന്നൊരർത്ഥമുണ്ട്. പല അർത്ഥങ്ങളുണ്ടായാലും മെയിനായിട്ടുള്ള അർത്ഥം പശു എന്നും ഭൂമി എന്നുമാണ്. പിന്നെ വാക്ക്, ഇവിടെ പശുവും ഭൂമിയാണ് പ്രതിപാദിക്കപ്പെടുന്നതെന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഗോഹിത എന്ന് പറയുമ്പോൾ വാക്കുകൾക്ക് ഹിതം ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഗോ എന്ന് വെച്ചാൽ പശു, ഗോ എന്ന് വെച്ചാൽ ഭൂമി. ഇതിനെ രണ്ടിനെയും രണ്ടിലും ഹിതം ചെയ്യുന്നവർ, ഭൂമിയുടെ ഭാരം കുറച്ച് ഭൂമിക്ക് ഹിതം ചെയ്യുന്നവൻ, ഗോക്കളെ മേച്ച് അവരെ ആപത്തിൽ നിന്ന് രക്ഷിച്ച് അവർക്ക് വേണ്ട സംരക്ഷണം കൊടുത്ത് അവർക്ക് ഹിതം ചെയ്യുന്നവൻ. രണ്ടർത്ഥമാണ് ഗോഹിത എന്ന് വെച്ചാൽ. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഓരോ മേഖലകളിൽ, ഓരോ ഫീൽഡിൽ, ഇപ്പോൾ സയൻസ് ആയാലും കൊള്ളാം, ടെക്നോളജി ആയാലും കൊള്ളാം, ഹിസ്റ്ററി ആയാലും കൊള്ളാം, ജോഗ്രഫി ആയാലും കൊള്ളാം, മാത്സ് ആയാലും കൊള്ളാം, കമ്പ്യൂട്ടർ ആയാലും കൊള്ളാം, എൻജിനീയർ, ഏത് ഫീൽഡ്, ഏത് മേഖലയിലെടുത്താലും അതിൽ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ സാങ്കേതിക വാക്കുകളാണ്. അപ്പോൾ ഈ സാങ്കേതിക വാക്കുകൾക്ക് നിഘണ്ടുവിൽ കണ്ട അർത്ഥവും ഡിക്ഷണറി മീനിങ്ങും നോക്കിയാൽ ശരിയാവില്ല. വാക്യാർത്ഥം എടുത്താൽ പോരാ, അതിൻ്റെ ലക്ഷ്യാർത്ഥം എടുക്കണം. എന്താണ് അത് സൂചിപ്പിക്കുന്നത് വെച്ചാൽ ആ അർത്ഥത്തിലേക്ക് പോകണം. അല്ലാണ്ട് വാക്കിൻ്റെ അർത്ഥം എടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല. അതൊക്കെ സാങ്കേതിക പദങ്ങളാണ്, ടെക്നിക്കൽ ടെർമിനോളജീസ്. അതിന് അതിൻ്റേതായിട്ടുള്ള പ്രത്യേക അർത്ഥമുണ്ട്. അതുപോലെ ഒരു സാങ്കേതിക പദമാണ് വേദാന്ത പഠനത്തിൽ ഗോ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. ഗോവ്, പശു എന്നുള്ള വാക്ക് ഒരു സാങ്കേതിക വാക്കായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം, വാച്യാർത്ഥം നമ്മൾ പശു എന്ന് പറഞ്ഞുകൊണ്ട് എടുത്താൽ ശരിയാവില്ല. ഇപ്പോൾ കമ്പ്യൂട്ടർ മേഖലയിൽ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ മൗസ് എന്ന് പറഞ്ഞാൽ എലി എന്നാണോ അർത്ഥം? അല്ല. വിൻഡോ എന്ന് പറഞ്ഞാൽ കിളിവാതിൽ, ജനൽ എന്നാണോ അർത്ഥം? അല്ല. അതിന് അതിൻ്റേതായിട്ടുള്ള പ്രത്യേക അർത്ഥമുണ്ട്. ചില സാമ്യങ്ങളുണ്ടായിരിക്കാം, വിൻഡോനും ഇതിനൊക്കെ ചില സാമ്യങ്ങളുണ്ടാവാം. പക്ഷേ എങ്കിലും വിൻഡോ എന്നല്ല അതിൻ്റെ അർത്ഥം കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കും.
അതുപോലെ ഷെയർ മാർക്കറ്റിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചിലർ ഉപയോഗിക്കും ബുൾ, ബെയർ എന്നൊക്കെ. ബുൾ എന്ന് വെച്ചാൽ എന്താ അവിടെ കാളാന്നർത്ഥം അല്ലല്ലോ, കാളാന്നല്ലോ അവിടെ അർത്ഥം. ബെയർ എന്ന് വെച്ചാൽ കരടീന്ന അർത്ഥം അതുമല്ല. അതിന് അതിൻ്റേതായിട്ടുള്ള സാങ്കേതിക പദങ്ങൾ നമ്മൾ ഉപയോഗിക്കും. അപ്പം അതുപോലെ തന്നെ വേദാന്ത സാഹിത്യത്തിൽ ഗോവ് എന്ന് പറയുമ്പോൾ പശു മാത്രമല്ല, അതിനെ പ്രതിനിധാനം ചെയ്യുന്ന വേറൊരു തത്വത്തെയാണ് അത് പശു എന്ന് പറയപ്പെടുന്നത്. ആ തത്വമാണ് അവിടെ പ്രധാനം. വളരെ തുച്ഛമായതും നിസ്സാരമായതും വേറെ ആർക്കും വേണ്ടാത്തതും ആയ വസ്തുക്കൾ ആഹരിച്ച്, ശ്രദ്ധിക്കണേ, ആർക്കും വേണ്ടാത്ത വസ്തുക്കൾ, വളരെ നിസ്സാരമായിട്ടുള്ള വസ്തുക്കൾ, വളരെ തുച്ഛമായിട്ടുള്ള വസ്തുക്കൾ ആഹരിച്ച് വളരെ വളരെ വിലപ്പെട്ട വിശിഷ്ട വസ്തുക്കൾ പ്രദാനം ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് ഗോവ് അല്ലേ. അതിനെന്താ നമ്മൾ ഭക്ഷണം കൊടുക്കണം? ഉണങ്ങിയ പുല്ല് അല്ലേ, അങ്ങനെയുള്ള. നമ്മൾ അതിന് കൊടുക്കണമെന്നില്ല, അത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നത് കടിച്ചു വലിച്ച് തിന്നണം അല്ലേ. അപ്പോൾ അതിന് വളരെ വളരെ തുച്ഛമായിട്ടുള്ള ഭക്ഷണമാണ്. ഇനിയിപ്പോൾ കുറച്ചൊക്കെ ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് ആയുള്ള പരുത്തിക്കൊട്ടയോ മറ്റേ അരി വാർത്ത വെള്ളമോ അങ്ങനെയുള്ളതൊക്കെ, കാടിവെള്ളം, വേറെ ആർക്കും വേണ്ട കളഞ്ഞു പോകണം, അരി കഴുകിയ വെള്ളം, ഇതൊക്കെയാണ് അതിൻ്റെ ഭക്ഷണം എന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ആരാ അത് ഉപയോഗിക്കുക? അരി കഴുകിയ വെള്ളമൊക്കെ ഭക്ഷണത്തിന് നല്ലൊരു ഉപയോഗിക്കുമോ? ഏത് വീട്ടിലും ഉപയോഗിക്കില്ല, ഒരു മനുഷ്യരും അത് ഉപയോഗിക്കില്ല, ആർക്കും വേണ്ട. അത് പശു ഉണ്ടെങ്കിൽ പശുവിന് കൊടുക്കും. പച്ചക്കറി നുറുക്കിയിട്ട് അതിൻ്റെ തോല്, കുമ്പളങ്ങയുടെ തോല്, മത്തങ്ങയുടെ തോല്, അത് ഇത് മുരിങ്ങക്കായ കലിച്ച് വെച്ച് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂട്ടി കലക്കി അങ്ങനെ കൊടുക്കും. അതല്ല അതിൻ്റെ ഭക്ഷണം. അന്ന് കിട്ടണതോ വിശിഷ്ടമായിട്ടുള്ള പാല് അല്ലേ. ഒരു പശു ഉണ്ടെങ്കിൽ ഒരു വീട് കഴിയുന്ന പറയാം. എന്തെല്ലാം ആ പശുവിൻ്റെ ഉൽപ്പാദനത്തിൽ നിന്ന് വിറ്റ് നമുക്ക് ജീവിതം കഴിക്കാം. അപ്പം എന്തെല്ലാം അത് നമുക്ക് എന്തെല്ലാം തിരിച്ചു തരുന്നു, ഏതെല്ലാം രൂപത്തിൽ എന്തെല്ലാം തിരിച്ചു തരുന്നു നമുക്ക്. നമ്മളങ്ങോട്ട് കൊടുക്കണതോ വളരെ തുച്ഛമായിട്ടുള്ള കാര്യം അല്ലേ. വളരെ 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 കുറച്ച് സ്വീകരിച്ച് വളരെ അങ്ങേയറ്റം അധികം നൽകുന്ന, പ്രൊഡ്യൂസിങ് മോർ ദാൻ വാട്ട് വി കൺസ്യൂം ആൻഡ് ഗിവിങ് മോർ ദാൻ വാട്ട് വി ടേക്ക്. ആണ് പശുവിൻ്റെ സമ്പ്രദായം. സ്വീകരിക്കുന്നതിനേക്കാൾ നൽകുന്നതിനാണ് ആധിക്യവും പ്രധാനവും പശുവിൻ്റെ. അത് സ്വീകരിക്കുന്നതിലല്ല അധികം, അതിനേക്കാൾ എത്രയോ മടങ്ങ്, ആയിരക്കണക്ക് മടങ്ങ് ഇരട്ടിയാണ് അത് കൊടുക്കുന്ന വസ്തു. അപ്പോൾ ഈ പ്രതിഭാസം ഒരു മൃഗമായാലും കൊള്ളാം, ഒരു വ്യക്തിയായാലും കൊള്ളാം, ഒരു സ്ഥാപനമായാലും കൊള്ളാം, ഒരു കുടുംബമായാലും കൊള്ളാം, ഒരു രാജ്യമായാലും കൊള്ളാം, ഒരു ലോകമായാലും കൊള്ളാം, ഏതായാലും കൊള്ളാം. ഏതൊരു സമൂഹമാണോ ആ സമൂഹത്തിൽ നിന്ന് വളരെ 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 നിസ്സാരമായ ചെറിയ ആനുകൂല്യങ്ങളെടുത്ത് തിരിച്ച് ആ സമൂഹത്തിന് ഏറ്റവും വിശിഷ്ടപ്പെട്ട വേറെ ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ തിരിച്ചു കൊടുക്കുന്നുവോ ആ പ്രതിഭാസത്തിന് എവിടെയായാലും അത് പശുവാണ്. അവരുടെ ഭാഷയിൽ അങ്ങനെയാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തിനാ ഈ കമ്പ്യൂട്ടറിൽ അവനെ മൗസ് എന്ന് വിളിക്കാൻ കാരണം ടൈഗർ എന്ന് വിളിച്ചുകൂടെ എന്ന് ചോദിച്ചാൽ എന്താ അതിന് ഉത്തരം പറയാം? അത് മൗസാക്കി, അങ്ങനെ പേര് കൊടുത്തു, നാമമാത്രം. ആ പ്രതിഭാസം എന്തെന്ന് വിചാരിച്ചാൽ മതി, പേരെന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ. ആ പേരങ്ങനെ ഇടാൻ കാരണം എന്തായിരുന്നു വെച്ചെങ്കിൽ വേദകാലങ്ങളിലാണ് ഈ ഒരു പ്രതിഭാസം നമ്മൾ കണ്ടത്.
ആ വേദത്തിൽ എഴുതി വെച്ചിട്ടുള്ളതല്ലേ ഇതൊക്കെ. അപ്പം ആ വേദകാലത്ത് ഇങ്ങനെയുള്ളൊരു പ്രതിഭാസത്തിന് ഒരു ഉദാഹരണം പറയണമെങ്കിൽ മഹർഷിമാരുടെ കണ്ണിൽ കണ്ടത് പശുവാണ്. നമ്മളെപ്പോലെയുള്ള ആൾക്കാരൊന്നും അവിടെ കണ്ടിട്ടില്ലാവല്ലോ മഹർഷിമാർ. നമ്മുടെയൊക്കെ പേര് ആദ്യം എഴുതിയായിരുന്നു അല്ലേ? നമ്മളൊന്നും അന്ന് കണ്ടിട്ടില്ലല്ലോ. അന്ന് ആകപ്പാട് ഇങ്ങനൊരു പ്രതിഭാസം ഉൽപ്പാദിപ്പിക്കുന്നത് പശുവിനെ മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ. ബ്രാഹ്മണന്മാർ അങ്ങനെയാണ്. ബ്രാഹ്മണന്മാരെ മീൻസ്, ഞാൻ പറയുന്നതിൽ തെറ്റിദ്ധരിക്കരുത്, ബ്രാഹ്മണത്വം ആചരിക്കുന്നവർ. അത് പറയുകയാണെങ്കിൽ കുറേ പറയാനുണ്ട് എന്താണ് ബ്രാഹ്മണത്വം എന്നുള്ളത്. അത് പറയണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ബ്രാഹ്മണത്വം എന്താണെന്നുള്ളത്. അത് ആചരിക്കുന്ന മനുഷ്യർ, അവർക്ക് എപ്പോഴും സദാസമയത്തും ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ലോകത്തിനെ നന്നാക്കണം, ലോകത്തിനെ നന്നാക്കണം. അതിനുള്ള വഴികൾ എന്തൊക്കെയാണ്, അതെന്ത് ചെയ്താലേ ശരിയാവുക, അതിനുള്ള പ്രക്രിയകൾ എന്തൊക്കെ നമ്മൾ ചെയ്യണം. അവരും ഈ പറഞ്ഞ പോലെ സമൂഹത്തിൽ നിന്ന് വളരെ തുച്ഛമായിട്ടുള്ള സംഗതികളെ എടുക്കുന്നുള്ളൂ. അവർക്ക് വലിയ ആർഭാട ജീവിതമൊന്നുമില്ല ശരിക്കുള്ള ബ്രാഹ്മണന്മാർക്കേ. അവർക്കെന്താ, 2 നേരം ഭക്ഷണം കിട്ടണം, ഇത്രയേ വേണ്ടൂ. പിന്നെയൊക്കെ അവർ ജപം, ഉറജപത്തിലും ധ്യാനത്തിലും ഇരുന്ന് സമയം കഴിക്കുന്നവരവർ. പിന്നെ ആകപ്പാടെ അവരുടെ ഭക്ഷണം കുറച്ച് പഴവും കുറച്ച് വെള്ളമാണ്, ഇതൊക്കെ ഉള്ളൂ, വേറെ കാര്യമായിട്ടൊന്നുമില്ല. ശരിക്കും നോക്കിയാൽ നല്ലൊരു പശുവിന് കിട്ടുന്ന ആഹാരം പോലും ഒരു ബ്രാഹ്മണൻ കഴിക്കുന്നില്ല. കാരണം അവരുടെ എനർജി കിട്ടുന്നത് മുഴുവൻ അവരുടെ മെഡിറ്റേഷനിൽ നിന്ന് കിട്ടുന്ന എനർജിയാണ്. ഇൻബിൽറ്റ് എനർജിയാണ് അവർക്ക് കിട്ടുന്നത്. ആ ശക്തി കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ അവർ സദാസമയത്തും ഭരണകർത്താക്കളെ ഉപദേശിച്ച് നേർവഴിക്ക് അവരെ നയിച്ച് ലോകത്തിന് നന്മ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുത്ത്, ശരിക്കും അവരായിരുന്നു ലോകത്തിൻ്റെ ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ തിങ്ക് ടാങ്ക്. ഇന്നിപ്പോൾ ഈ കോർപ്പറേറ്റ് സെക്ടറിലൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ തിങ്ക് ടാങ്ക് എന്ന്. വലിയൊരു കമ്പനി, ഇപ്പോൾ റിലയൻസ്, ടാറ്റ എന്നൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ആ സാമ്രാജ്യം എങ്ങനെ കെട്ടിപ്പടുത്തുയർത്തണം, എങ്ങനെ അത് നാളെ ഒരു ആഗോള വിപണിയിൽ നല്ല തല ഉയർത്തിപ്പിടിച്ച് നടക്കാവുന്ന ഒരു സ്ഥാപനം ആക്കാൻ പറ്റും എന്നൊക്കെ തീരുമാനിക്കുന്നത് കുറച്ച് ആൾക്കാരാണ്, 4-5 ആൾക്കാർ. അവർ ദേ ആർ കോൾഡ് തിങ്ക് ടാങ്ക്. ചിന്തകളുടെ ടാങ്ക്, ഒരു റിസർവോയർ, ഒരു ഭണ്ഡാരം, ചിന്തഭണ്ഡാരം. അവരാണ് ആലോചിച്ച് ഓരോ പ്ലാൻസ് എങ്ങനെ ഉണ്ടാക്കുക. അവർ വളരെ അധികമൊന്നും ലോകത്തുനിന്ന് എടുക്കുന്നില്ല. ഇന്ന് ശമ്പളം കൊടുക്കണ്ട, അത് വേറെ കാര്യം. അന്ന് അങ്ങനെയായിരുന്നില്ല. അന്ന് രാജാക്കന്മാർ രാജഗുരു എന്ന് പറഞ്ഞിട്ടൊരു ഒരു 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 പോസ്റ്റ് ഉണ്ടായിരുന്നു, വസിഷ്ഠൻ. ജനകമഹാരാജാവിന് രാജഗുരുവാണ്. വസിഷ്ഠൻ എന്തായിരുന്നു ചിലവ് രാജകൊട്ടാരത്തിൽ? ഫോറിൻ ടൂറോ അല്ലെങ്കിൽ 4 ആർഭാട കാറുകളോ ഒന്നുമില്ലല്ലോ അദ്ദേഹത്തിന്, ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ഓരോരോ രാജാക്കന്മാർക്ക് അവരുടേതായിട്ടുള്ള രാജഗുരുക്കൾ ഉണ്ടാവും. അവരാണ് ഈ തിങ്ക് ടാങ്ക്. അവർ ബ്രാഹ്മണന്മാരെ മീൻസ് ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചോ ജനിച്ചില്ലേ എന്നുള്ളതല്ല ഇവിടെ പ്രശ്നം. നമ്മൾ അങ്ങോട്ട് ഒന്നും കിടക്കുന്നില്ല. ബ്രാഹ്മണത്വം അല്ലെങ്കിൽ ബ്രാഹ്മണത്വം ആധിപത്യത്തോടു കൂടി ജീവിക്കുന്നവരെന്നർത്ഥം. ബ്രാഹ്മണന്മാരുടെ കർമ്മങ്ങളെല്ലാം ചെയ്ത് ആചരിച്ച് നടക്കുന്നവരെ, സദാസമയത്തും ഈശ്വരധ്യാനം, എപ്പോഴും ഈശ്വരനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. ഈശ്വരനെക്കുറിച്ച് ചിന്തിച്ച് അങ്ങനെ അവിടെ ഇരിക്കുകയല്ല, ഈശ്വരനെക്കുറിച്ച് ചിന്തനം ചെയ്തുകൊണ്ട് അവനവൻ്റെ കർമ്മങ്ങൾ ഏർപ്പെട്ടു പോവുക. അതാണ് ബ്രാഹ്മണൻ. ആരായാലും ബ്രാഹ്മണൻ. അപ്പം അങ്ങനെയുള്ള ബ്രാഹ്മണനും ഈ പശുക്കളെയാണ് മഹർഷിമാർക്ക് പെട്ടെന്ന് ഈ ഒരു പ്രതിഭാസത്തിന് ഉദാഹരണമായിട്ട് കണ്ടുകിട്ടിയത്. അതുകൊണ്ട് അവർ പറഞ്ഞു, ഈ 2 വർഗങ്ങളും സുഖമായിട്ടിരിക്കട്ടെ എവിടെയായാലും. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം, ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഈ ലോകം മുഴുവൻ സുഖമായിരിക്കാനായിട്ട് ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. അവർ നിത്യവും ഏത് കാലത്തും അറ്റ് ഓൾ ടൈംസ് ഈ 2 വർഗ്ഗക്കാർ, മീനിങ് പശു ആൻഡ് ബ്രാഹ്മണൻ, മീനിങ്
വളരെ തുച്ഛമായിട്ട് ഇങ്ങോട്ടെടുത്ത് വളരെ വിലപ്പെട്ട കാര്യങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്ന മൃഗങ്ങളിലും മനുഷ്യരിലും രണ്ട് ഉദാഹരണം പറഞ്ഞു, അത്രയേ ഉള്ളൂ. അതാണ് ഗോ എന്ന് വെച്ചാൽ രണ്ടുമായി. ഗോ എന്നുള്ള വാക്കിന് ബ്രാഹ്മണൻ എന്നുള്ള അർത്ഥവും വന്നു, പശു എന്നുള്ള അർത്ഥം വന്നു. രണ്ട് കാറ്റഗറിയിലും രണ്ട് ഉപമ എടുത്തു മഹർഷിമാർ. ഈ അർത്ഥത്തിൽ നമ്മൾ ഗോ എന്നുള്ള വാക്ക് കാണാൻ. ഈ പദങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഗോ എന്നുള്ള പദം മനസ്സിലാക്കുമ്പോൾ, ഗോഹിതം എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ ആ അർത്ഥത്തിൽ വേണം നമ്മൾ കാണാൻ. അപ്പോൾ ഈ രണ്ട് കാറ്റഗറിയിലുള്ള ആളുകളും, ബ്രാഹ്മണന്മാരും പശുക്കളും, സദാസമയത്തും നല്ല ശുഷ്കാന്തിയോടുകൂടി അവർ ജീവിക്കട്ടെ. ഗോ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം എന്നാണ് നമ്മുടെ പ്രാചീന പ്രാർത്ഥന. അതറിയാത്തവരാരുമില്ല ഇവിടെ. ഈ ഒരു പ്രസ്ഥാനം ഇന്നും പ്രസക്തി ഉള്ളതല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നും അതിന് പ്രസക്തി ഉള്ളതല്ലേ? എടുക്കുന്നതിനേക്കാൾ കൂടുതൽ കൊടുക്കുക. ഭൗതിക തലത്തിലായാലും ശരി, ആത്മീയ തലത്തിലായാലും ശരി. ഭൗതിക തലത്തിൽ ഭൗതികമായിട്ട് എടുക്കുന്ന സാധനങ്ങളെക്കാൾ കൂടുതൽ കൊടുക്കുന്ന സാധനം ഭൗതിക തലത്തിൽ പശു. ആത്മീയ തലത്തിൽ ലോകത്തിൽ നിന്ന് വളരെ കുറച്ചെടുത്ത് ബാക്കി ആത്മീയത അദ്ദേഹം ബ്രാഹ്മണൻ എല്ലാവർക്കും പകർന്നു കൊടുക്കുന്നു. ചെറിയൊരു തിരിയിൽ നിന്ന് കൊളുത്തിയ വലിയൊരു പന്തായിട്ട് മാറുന്നു. അത് ആത്മീയത. അപ്പോൾ ആത്മീയതയുടെ തലത്തിൽ നോക്കുമ്പോൾ ബ്രാഹ്മണനും, ഭൗതിക തലത്തിൽ നോക്കുമ്പോൾ പശു. അതുകൊണ്ടാണ് കാമധേനു എന്നൊക്കെ പറയാൻ കാരണം. എന്ത് വിചാരിച്ചാലും കിട്ടും നമുക്ക്, സങ്കല്പങ്ങൾ പോലെ കിട്ടും നമുക്കെന്നൊക്കെ പറയുന്നത് പുരാണ കഥാപാത്രങ്ങളാണ് അവരൊക്കെ. അപ്പം ഈ സിദ്ധാന്തം അല്ലെങ്കിൽ ഈ പ്രസ്ഥാനം ഇന്നും നമ്മളുടെ ലോകത്തിൽ പ്രസക്തി ഇല്ലേ? ഇന്നത്തെ ലോകത്തിൽ ഇതിന് പ്രസക്തി ഇല്ല എന്ന് ആലോചിച്ച് നോക്കൂ. ഈ പ്രത്യേക ഗുണം, അതായത് എടുക്കുന്നതിനേക്കാൾ കൂടുതൽ കൊടുക്കുക എന്നുള്ള ഗുണം ഇന്നും വിലപ്പെട്ടതാണ്, ആദരണീയവുമാണ്, അല്ലേ? വ്യക്തിയായാലും ശരി, സ്ഥാപനമായാലും ശരി. ആ അർത്ഥത്തിൽ വേണം നമ്മൾ ഗോബ്രാഹ്മണ എന്ന് പറയുമ്പോൾ കാണാൻ, ഗോ എന്നുള്ള വാക്കിനെ നമ്മൾ കാണാൻ. ഈ വകക്കാരെ ഭഗവാന് വളരെ പ്രിയമിഷ്ടമാണ്. ഈ വകക്കാരെ, ഈ രണ്ട് കൂട്ടരെ, ഗോ എന്നുള്ള കൂട്ടരെ, ഒന്ന് പശുവിനെയും ഒന്ന് ബ്രാഹ്മണനെയും ഭഗവാന് വളരെ ഇഷ്ടമാണ്. അവർക്ക് അതുകൊണ്ട് ഹിതം ചെയ്തേ ഭഗവാൻ അടങ്ങൂ. ഭഗവാന്റെ ഒരു എന്താ പറയുക, ഒരു പ്രോമിസാണ്, അദ്ദേഹത്തിൻ്റെ ഒരു നിഷ്ഠയാണ് അവർക്ക് ഹിതം ചെയ്യുക എന്നുള്ളത്. വളരെ വളരെ പ്രിയപ്പെട്ടവരുമാണ്. ഏത് ഭരണാധികാരികൾക്കാണ് ഇത്തരം പ്രസ്ഥാനക്കാരെ ഇഷ്ടമില്ലാണ്ടിരിക്കുക? കേൾക്കട്ടെ ഞാൻ. ഇന്ന് സാമ്പത്തിക രംഗത്ത് പോയാലും നമ്മുടെ എക്കോണമി, നമ്മുടെ ഈ രാജ്യത്തിൻ്റെ എക്കോണമി ഒന്ന് നോക്കിക്കോളൂ, അല്ലെങ്കിൽ വേൾഡ് എക്കോണമി എവിടെ വേണമെങ്കിൽ നോക്കിക്കോളൂ. ചിലവിനേക്കാൾ കൂടുതൽ വരുമാനം കൈവരിക്കുന്ന ഏത് സ്ഥാപനത്തിനാണ് ഭരണാധികാരികൾ മുൻഗണന കൊടുക്കാത്തത്? അവർക്കുണ്ടാകുന്ന ചിലവിനേക്കാൾ കൂടുതൽ വരുമാനം അവർക്കുണ്ടാക്കത്തക്ക രീതിയിലുള്ളൊരു പ്രസ്ഥാനം, ന്യായമാർഗ രീതിയിൽ, കട്ടിട്ടും കവർന്നിട്ടുമല്ല, ന്യായമായിട്ടുള്ള രീതിയിൽ കച്ചവടമോ ജോലിയോ എന്തോ ആവട്ടെ ചെയ്ത് അവർക്ക് ഉണ്ടാകുന്ന ചിലവിനേക്കാൾ കൂടുതൽ വരുമാനം അവർക്ക് കിട്ടുന്ന, രാഷ്ട്രത്തിന് കിട്ടുന്ന ഒരു പ്രസ്ഥാനം ഏത് ഭരണാധികാരിക്കാണ് ഇഷ്ടമില്ലാത്തത്? ഏത് ഭരണാധികാരിയാണ് അവരുടെ ഹിതം നോക്കാത്തത്? അങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് ഇന്ന് മുൻഗണന കിട്ടുന്നില്ലേ? ലോസ് മേക്കിംഗ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സും പ്രോഫിറ്റ് മേക്കിംഗ് പബ്ലിക് അണ്ടർടേക്കിങ്സും ഒരേ രീതിയിലാണോ സർക്കാർ നോക്കുന്നത്? ആണോ? അല്ലല്ലോ. അതുപോലെ ഈ ലോകത്തിൻ്റെ മുഴുവൻ ഭരണകർത്താവായിരിക്കുന്ന ഭഗവാൻ ഇത്തരക്കാർ ലോകത്തിലുണ്ടെങ്കിൽ
എത്രക്കാർ? വളരെ തുച്ഛമായത് ഇൻപുട്ടും വിലപ്പെട്ട ഔട്ട്പുട്ടും കൊടുക്കുന്നവർ ഈ ലോകത്തിലുണ്ടെങ്കിൽ അവർക്ക് ഹിതം വരാണ്ടിരിക്കണമെങ്കിൽ ഏത് ഈ ലോകത്തിൻ്റെ മുഴുവൻ ഭരിക്കുന്ന ഭരണാധികാരിക്ക് ഉണ്ടാണ്ടിരിക്കാൻ പറ്റുമോ? എന്താ ഇത് തെറ്റുള്ളത്? അപ്പോൾ ആ ഭരണകർത്താവിൻ്റെ അനുഗ്രഹങ്ങളും ആശസ്സുകളും എപ്പോഴും അവർക്കുണ്ടാകും. അങ്ങനത്തെ ആൾക്കാരെ രക്ഷിക്കുക എന്നുള്ളത് ഭഗവാന്റെ പ്രഥമ കർത്തവ്യമാണ്, തമാശയല്ല. അല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്യേണ്ടതൊക്കെയാണ് എന്ന് പറയില്ല, അത് അദ്ദേഹത്തിൻ്റെ പ്രഥമ കർത്തവ്യമാണ്, പ്രൈമറി ഡ്യൂട്ടി. ഭഗവാൻ മാത്രമല്ല, ഏത് ഭരണകർത്താക്കളുടെയും പ്രഥമ കർത്തവ്യം അതാണ്. ഒരു രാഷ്ട്രത്തിൽ നിന്ന് എടുക്കുന്നതിനേക്കാൾ കൂടുതൽ ആ രാഷ്ട്രത്തിലേക്ക് കൊടുക്കുന്ന വ്യക്തികളെ ബഹുമാനിക്കേണ്ടതും അവരുടെ ഹിതം നോക്കേണ്ടതും ആ രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരിയുടെ പ്രൈമറി റെസ്പോൺസിബിലിറ്റിയാണ്, പ്രൈമറി ഡ്യൂട്ടി, റെസ്പോൺസിബിലിറ്റി അല്ല. അപ്പോൾ അത് ഭഗവാൻ വിട്ടു തള്ളുമോ? നമ്മുടെ ഭരണാധികാരികളെ വില വെച്ചില്ലെങ്കിലും ഭഗവാൻ അങ്ങനെ വില വയ്ക്കാണ്ടിരിക്കാൻ പറ്റുമോ? ഭഗവാൻ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ മുഴുവൻ ഭരണകർത്താവാണ്, ഈ ജഗത്തിൻ്റെ നിയന്താവാണ്. ജഗൻ നിയന്താവ് നയിച്ചിടുന്നു അല്ലേ? കാര്യസ്ഥനായും സമദർശിയായും ജഗൻ നിയന്താവ് നയിച്ചിടുന്നു. കാലജ്ഞനാം കർഷകനോർമ്മയുണ്ട് വിത്തിട്ട വണ്ണം വിളയിച്ചു കൊള്ളുവാൻ. ജഗത്തിൻ്റെ നിയന്താവാണ് ഭഗവാൻ. ഈസ് അഡ്മിനിസ്ട്രേറ്റർ, റൂളർ ഓഫ് ദ വേൾഡ്. നമ്മളുടെ ഭരണാധികാരി, ഇന്ത്യയിലെ ഭരണാധികാരികൾ മോഡി ഭരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അമേരിക്കയിൽ മറ്റേ ബൈഡൻ ഭരിക്കുന്നുണ്ടെങ്കിൽ, അവരൊക്കെ ആ രാജ്യത്തെ ഭരണാധികാരികൾ. ഭഗവാൻ ഭരണാധികാരി ഫോർ നോട്ട് ഓൺലി വേൾഡ്, എൻറ്റയർ യൂണിവേഴ്സ്, എൻറ്റയർ ജഗത്ത് അല്ലേ? ആലോചിച്ച് നോക്കൂ. അപ്പം അദ്ദേഹത്തിന് ഗോക്കളോട് ഹിതമില്ലാണ്ടിരിക്കുമോ? ഈ തത്വത്തിനെ സാമാന്യക്കാർക്ക് അന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്തത് കൊണ്ട് കൂടുതൽ എടുക്കുന്നതിനേക്കാളും കൂടുതൽ കൊടുക്കണം, തിങ്ക് ടാങ്കാണ് ബ്രാഹ്മണൻ, ഗോ എന്ന് പറഞ്ഞാൽ ഒരു സംരംഭം ഇതാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പണ്ടത്തെ ആം ആദ്മികൾക്ക് ഇത് മനസ്സിലാവുമോ? മനസ്സിലാവില്ല, ബുദ്ധിമുട്ടാണ്, തത്വം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്ത് വെച്ച് മഹർഷിമാരെന്ത് ചെയ്തു? മുത്തശ്ശി കഥകളായിട്ട് ചേർത്തു, എഴുതി കൊടുത്തു പുരാണങ്ങൾ. വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഈ തത്വത്തെ ഭരണാധികാരികൾ അംഗീകരിക്കേണ്ടതാണ്. ആരിൽ നിന്നാണോ കൂടുതൽ രാഷ്ട്രത്തിന് കിട്ടുന്നത്, ആരാണോ രാഷ്ട്രത്തിൽ നിന്ന് കുറവ് സമ്പത്ത് എടുക്കുന്നത്, കൂടുതൽ സമ്പത്ത് കൊടുക്കുന്നത്, അവൻ കാരണം ഈ രാഷ്ട്രത്തിന് ഉന്നമനവും സർപ്ലസും ഉണ്ടാവുന്നത്, അങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ പരിപാലിക്കേണ്ടതും അവരുടെ ഹിതം നോക്കേണ്ടതും ഒരു രാഷ്ട്രതലവൻ്റെ അല്ലെങ്കിൽ ഭരണാധികാരിയുടെ കർത്തവ്യമാണ് എന്നുള്ള തത്വം പുരാണ രൂപത്തിലെ കഥകളാക്കി പറഞ്ഞു വിട്ടു. അതാണ് നമ്മൾ കാണുന്നത് കൃഷ്ണാവതാരത്തിലെ ഗോകുലം, വൃന്ദാവനം, പശുക്കൾ, പശുപാലകന്മാർ, ഗോപന്മാർ, ഗോപികൾ എല്ലാവരും ഈ പ്രസ്ഥാനത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരാണ്. ഇവരെല്ലാവരെയും ഭഗവാൻ സദാ രക്ഷിക്കുന്നു. ഓരോരോ കഥകൾ പറഞ്ഞിട്ട് ഒരു രാക്ഷസൻ വരും, അവനെ കൊല്ലും, വേറൊരാൾ വരും, കാളിയൻ വരും, കാളിയനെ കൊല്ലും, പശുക്കളെ ഉപദ്രവിക്കാൻ വേണ്ടി കാളിയൻ വരും, കാളിയനെ കൊല്ലും. ഇങ്ങനെ ഓരോരോ രാക്ഷസീയ ദുഷ്ടശക്തികൾ വന്ന് ഇങ്ങനെ ഈ ഗോക്കളെ, മീനിങ് പശുക്കളെയും ബ്രാഹ്മണന്മാരെയും, മീനിങ് സമാജത്തിൽ നിന്ന് വളരെ കുറച്ചെടുത്ത സമാജത്തിലേക്ക് വളരെ അധികം കൊടുക്കുന്ന പ്രസ്ഥാനക്കാരെ നശിപ്പിക്കാൻ വേണ്ടി ചില ദുഷ്ടശക്തികൾ പുറപ്പെട്ട് എവിടുന്നെങ്കിലും വന്നാൽ അവരെ നശിപ്പിച്ച് ഇവർക്ക് ഹിതം ചെയ്യുക എന്നുള്ളത് ഭഗവാന്റെ കർത്തവ്യമാണ്. അത് ഭഗവാൻ ഹിതമായത് ചെയ്യുന്നു. ഭഗവാൻ ചെയ്യുക മാത്രമല്ല, അതാണ് പുരാണത്തിൽ നോക്കൂ, ഭഗവാൻ തന്നെ പശുക്കളെ നയിച്ചിരുന്നു, മേപ്പിക്കുകയല്ല. ഹി ഹിംസെൽഫ് വാസ് ഡൂയിങ്. കുറേ പശുക്കളുടെ പിന്നാലെ ഭഗവാൻ പോയിരുന്നു. അവരെ രക്ഷിക്കാൻ എന്തെല്ലാം ചെയ്തു. ദുരാചാരങ്ങൾ, ആവശ്യമില്ലാത്ത നാട്ടു നടപ്പുകൾ, ഇതൊക്കെ ഇല്ലാണ്ടാക്കി ഒരു റെവല്യൂഷണറി കൊണ്ടുവന്നു അല്ലേ? അർഹതയില്ലാത്ത ദേവേന്ദ്രന് സമർപ്പിച്ചിരുന്ന യജ്ഞം ശ്രീകൃഷ്ണൻ നിർത്തി. അത് പാടില്ല പറഞ്ഞു. അദ്ദേഹം എന്താ ചെയ്യണേ? ഈ പശുക്കൾക്ക് വേണ്ടിയിട്ട്, ഈ ഗോക്കൾക്ക് വേണ്ടിയിട്ട് ഭഗവാൻ ഇന്ദ്രൻ എന്താ ചെയ്യണേ?
ഇവർ കൊടുക്കണ യജ്ഞത്തിൽ നിന്നുള്ള ഇതൊക്കെ അങ്ങോട്ട് തട്ടിയെടുക്കുകയെ ഈ കൊടുക്കണ ടാക്സൊക്കെ മേടിച്ച് വയ്ക്കുകയാണ്. എന്താ അവർ ചെയ്തിരിക്കണം? ഒരു റോഡ് നേരെയാക്കിയിട്ടുണ്ടോ? ഒരു കുളം കുഴിച്ചിട്ടുണ്ടോ? ഒരു കിണർ കുത്തിയിട്ടുണ്ടോ? ദേവേന്ദ്രൻ ഇവിടുന്ന് കിട്ടുന്ന യജ്ഞത്തിനും യാഗത്തിൽ നിന്നും കിട്ടുന്ന ആവശ്യങ്ങളൊക്കെ അങ്ങനെ തിന്ന് സുഖമായിട്ടിരിക്കുക, അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുക. അവരുടെ ഊർവശിരംഭ മേനക തിലോത്തമയൊക്കെ ആയിട്ട് സുഖിച്ച് ദേവേന്ദ്രൻ ദേവലോകത്ത് ഇങ്ങനെ കഴിയുക. ഇവരിങ്ങനെ ബുദ്ധിമുട്ടുക അവിടെ ഗോക്കളെ കിടന്നിട്ട്, പശുക്കളും ബ്രാഹ്മണന്മാരും കിടന്നിട്ട് ബുദ്ധിമുട്ടുക. അതുകൊണ്ട് ദേവേന്ദ്രനൊന്നല്ല യാഗം കൊടുക്കേണ്ടത്, യജ്ഞം കൊടുക്കേണ്ടത്. ഇവർ രക്ഷിക്കുന്നത് ആരാ? ഇവിടെ ജീവിക്കുന്ന പശുക്കൾക്ക്, ഗോക്കൾക്ക്, ബ്രാഹ്മണന്മാർക്ക്, പശുക്കൾക്ക് ആരാ രക്ഷണം കൊടുക്കുന്നത്? ഇവിടുത്തെ വൃന്ദാവനമാണ്, ഇവിടുത്തെ ഗോവർദ്ധന പർവ്വതമാണ്. ആരിൽ നിന്നാണോ അവർക്ക് സഹായം കിട്ടുന്നത് അവരുടെ ജീവിതത്തിന് അവരെ പൂജിക്കൂ, അവർക്ക് ഇൻസെൻറ്റീവ് കൊടുക്കൂ. അതുകൊണ്ട് ഇന്ദ്രന് യാഗത്തിന് യജ്ഞത്തിനൊന്നും ഞാൻ സമ്മതിക്കില്ല എന്നും. ഫസ്റ്റ് റെവല്യൂഷണറി ഇൻ ദ വേൾഡ് ഭഗവാൻ കാർൽ മാർക്സൊക്കെ അപ്പുറത്തിരിക്കും. വേൾഡ് ഹാസ് നോട്ട് സീൻ എ കമ്മ്യൂണിസ്റ്റ് ലൈക്ക് കൃഷ്ണ. ഫസ്റ്റ് കമ്മ്യൂണിസം സ്പ്രെഡ് ചെയ്ത് കൃഷ്ണനാണ് ഗോകുലത്തിൽ. നിർത്താൻ പറഞ്ഞു യജ്ഞം, സ്റ്റോപ്പ് ഇറ്റ്. നോ അറേഞ്ച്മെൻറ്റ് ചെയ്ത് അങ്ങനെ എന്ത് അറേഞ്ച്മെൻറ്റ് ഞാനിത് സമ്മതിക്കില്ല പറഞ്ഞു കൃഷ്ണൻ. ഇത് മൂപ്പര് വിവരറിഞ്ഞു, ഇന്ദ്രൻ വിവരറിഞ്ഞു. അറിയാലോ, ഇന്ദ്രൻ കോപിച്ചാൽ മഴയായി, വെയിലായി, ചൂടായി, തീയായി, ആകെ ഇപ്പം നശിപ്പിക്കും വൃന്ദാവനത്തിന്, ഇത് ആകെപ്പം തീ കൊളുത്തും എന്നുള്ള ഘട്ടമായപ്പോൾ എല്ലാവരും കൂടി പേടിച്ചു ഓടി വന്നു കൃഷ്ണൻ്റെ അടുത്ത്. കൃഷ്ണൻ പറഞ്ഞു ഒന്നും പേടിക്കണ്ട, ഇതൊക്കെ പിപ്പിടി കാണിക്കില്ല, പേപ്പർ ടൈഗർ, മൊന്തൈമ തല്ലി പേടിപ്പിക്കില്ല ഇന്ദ്രൻ്റെ. അതൊന്നും ചെയ്യാൻ പറ്റില്ല ഇന്ദ്രന്, ഡോണ്ട് വറി, ഐ ആം ഹിയർ. നശിപ്പിക്കാൻ ശ്രമിച്ചില്ലേ ദേവേന്ദ്രൻ്റെ ഗോകുലം, വൃന്ദാവനം മുഴുവൻ. ആ സമയത്താണ് ഗോവർദ്ധന പർവ്വതം ഭഗവാൻ ഉയർത്തിപ്പിടിച്ച്, ആ കഥയൊക്കെ അറിയാലോ. അതിൻ്റെ കൊടക്കീഴിൽ എല്ലാ പശുക്കളെയും എല്ലാ ജനങ്ങളെയും എല്ലാവരും നിർത്തിക്കൊണ്ട് രക്ഷിച്ചത്. അപ്പോഴാണ് മറ്റോ കണ്ണു തുറന്നത്. ആരോടാ കളിക്കണത്? മാസ് പവർ, ജനശക്തിയോട് ഞാൻ കളിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായിട്ടാണ് വന്ന് മാപ്പ് പറഞ്ഞ് കാര്യങ്ങളൊക്കെ ശരിയാക്കി വിട്ടത്. മനസ്സിലായി? അപ്പോൾ ഗോഹിതൻ എന്ന് പറഞ്ഞാൽ അതാണ്. നോക്കൂ, എത്ര താരതമ്യമുണ്ട് ഇന്നത്തെ അവസ്ഥയും അന്നത്തെ അവസ്ഥയായിട്ട്, എത്ര താരതമ്യമുണ്ട്. ആ കോൺസെപ്റ്റ് ഇന്നുമില്ലേ? 1000 കണക്ക് വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വച്ചിട്ടുള്ള കോൺസെപ്റ്റുകൾ ഇന്നും പ്രാബല്യത്തിൽ റെലവൻ്റായിട്ട് നമുക്ക് കാണുന്നില്ലേ? ഈ പഴഞ്ചൻ കഥയിലും പുരാണ കഥയിലുള്ള ശുദ്ധ തത്വം പ്രസ്പഷ്ടമായിട്ട് നമുക്ക് പ്രകടമായിട്ട് ഇന്നും കാണാനില്ലേ? ഋഷികൾക്ക് നമസ്കാരം. ഇന്നും ലോകത്തിൽ നടക്കണില്ലേ ഈ പറഞ്ഞതൊക്കെ? വേറെ രൂപത്തിലെന്ന് മാത്രം, പ്രസ്ഥാനം തന്നെയല്ലേ. മനസ്സിലായോ? അപ്പോൾ അതാണ് ഗോ, പശു എന്നുള്ളതിൻ്റെ അർത്ഥം അതാണ്. അല്ലാണ്ട് നമ്മൾ ഈ പശു അഗ്രികൾച്ചറൽ ലാൻഡാണ്, പശുവിനെ നമ്മൾ സംരക്ഷിക്കണം, ആ തിയറി ഒന്നല്ല അവിടെ. ആ തിയറിയിലൊക്കെ പോയാൽ നമ്മൾ കുടുങ്ങും. അപ്പോൾ ഗോസംരക്ഷണം എന്നൊക്കെ പറയുന്നതിൻ്റെ തത്വം ഇതാണ്. ആ തത്വത്തിനെ വെച്ചിട്ടാണ് നമ്മളത് കഥയും പുരാണവും ആക്കി മാറ്റിയത്. അപ്പം അത് പശു. ഇനി വേറെ അർത്ഥം നമ്മൾ ഗോ എന്നുള്ളതിന് കാണുകയാണെന്നുണ്ടെങ്കിൽ ബ്രാഹ്മണൻ, അല്ല സോറി, ഭൂമി, ബ്രാഹ്മണനല്ല ഭൂമി. ഗോ എന്നുള്ളതിന് ഭൂമി എന്നുള്ള അർത്ഥമുണ്ട്. മറ്റേ ഗോ എന്നുള്ളതിന് 2 ഉദാഹരണം കൊടുത്താണ് പശുവും ബ്രാഹ്മണനും. വളരെ അധികം കൊടുത്ത് വളരെ തുച്ഛമായിട്ട് എടുക്കുന്നതിന് 2 ഉദാഹരണമാണ് ഗോവും ബ്രാഹ്മണനും. അപ്പോൾ നമ്മൾ പറഞ്ഞു. ഇനി ഗോ എന്നുള്ളതിന് ഭൂമി എന്ന് വേറെ അർത്ഥമുണ്ട്. അപ്പം ഭൂമിയുടെ ഭാരം കുറച്ച് ഭൂമിയെ രക്ഷിക്കുന്നവൻ, അതാണ് ഗോഹിതം ചെയ്യുന്നവൻ. ഗോ എന്ന് വെച്ചാൽ ഭൂമി. പശുവിൻ്റെ കാര്യം കഴിഞ്ഞു, അത് നമ്മൾ ആ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി നമ്മൾ 2ാമത്തെ ചാപ്റ്ററിലേക്കാണ് കിടക്കണം. പശു എന്നുള്ള അർത്ഥമല്ല, ബ്രാഹ്മണൻ എന്നുള്ള അർത്ഥമല്ല, അതൊക്കെ കഴിഞ്ഞു.
ഇനി ഭൂമി, ഗോ എന്ന് വെച്ചാൽ ഭൂമി എന്നുള്ള അർത്ഥമുണ്ട്. അപ്പോൾ ആ ഭൂമിയെ സംരക്ഷിക്കുന്നവൻ, അതിന് ഹിതം ചെയ്യുന്നവൻ, നമ്മളെ താങ്ങി സംരക്ഷിച്ച് ഇരിക്കുന്ന ശക്തിയാണ് ഭൂമി. ആ ഭൂമിയെ നമ്മൾ അതിക്രമിച്ച് അതിലുള്ള പ്രകൃതിയൊക്കെ നമ്മൾ നശിപ്പിച്ച് ഇരിക്കണ കൊമ്പ് വെട്ടുക എന്ന് പറയുന്നത് അത്ര ഭംഗിയുള്ള കാര്യമാണോ? ഈക്കോളജിക്കൽ ബാലൻസ് എന്നൊക്കെ പറയണത് ഇന്നല്ലേ, അന്നുണ്ടായിരുന്നു ഇതൊക്കെ. ഭൂമിയെ നശിപ്പിക്കരുത്, തടാകങ്ങളും കുളങ്ങളും കിണറുകളും മൂടരുത്, വനം കൊള്ളയടിക്കപ്പെടരുത്, സമുദ്രത്തിൽ നിന്ന് ഭൂമി തിരിച്ചു പിടിക്കരുത് എന്നൊക്കെ ന്യായമായിട്ടുള്ള വ്യവസ്ഥകൾ ഇന്നല്ല. ഈക്കോളജിക്കൽ ബാലൻസ് പണ്ടത്തെ ഋഷിവര്യന്മാരും വളരെ അഗ്രഗണ്യന്മാരായിരുന്നു അതിലൊക്കെ. പുരാണ കഥകളിൽ നമുക്ക് കാണാം അത് തന്നെ. ഇത് പ്രതിനിധാനം ചെയ്യുന്നതാണ് പുരാണ കഥകളിൽ. രാക്ഷസീയ ശക്തികൾ വന്നിട്ട് ഭൂമിയിൽ സഞ്ചരിക്കുന്ന സത്പ്രവർത്തികൾ ചെയ്യുന്ന ഗോക്കളും ബ്രാഹ്മണന്മാരെയും ഒക്കെ നശിപ്പിക്കുക, അവരുടെ ആധിപത്യം പുലർത്തുക. രാവണനായാലും കൊള്ളാം, കംസനായാലും കൊള്ളാം, ശിശുപാലനായാലും കൊള്ളാം, ആരായാലും കൊള്ളാം, ദുര്യോധനായാലും കൊള്ളാം, ആരോ ആവട്ടെ, ആ ദുഷ്ടശക്തികൾ വന്ന് സജ്ജനങ്ങളെ പീഡിപ്പിക്കുക, ഭൂമിക്ക് ഭാരം കൂട്ടുക, എങ്ങനെയുള്ള പ്രക്രിയകളൊക്കെ ചെയ്യുമ്പോൾ ഭഗവാൻ തീർച്ചയായിട്ട് അത് ഇടപെടും. എത്ര ബുദ്ധിമുട്ടിയിട്ടായാലും ഭഗവാൻ അത് തിരിച്ചു പിടിക്കും. ആ പുരാണങ്ങളുടെ രാക്ഷസ നിഗ്രഹം എന്നൊക്കെ പറയുന്നത് ഇതിനു വേണ്ടി തന്നെയാണ്. സാധാരണക്കാരുടെ ജീവിതം ദുഷ്കരമായി തീരുമ്പോൾ, ധാർമ്മിക മൂല്യങ്ങൾ പാടെ നശിച്ചു പോകുമ്പോൾ, എല്ലാ സജ്ജനങ്ങളെയും ദുഷ്ടജനങ്ങളായിട്ട് കൺവേർട്ട് ചെയ്യാൻ രാക്ഷസന്മാരുടെ പ്രവൃത്തി നോക്കുമ്പോൾ ഭഗവാന്റെ അഭയഹസ്തം ഉടനെ അവിടെ എത്തി രക്ഷിക്കും. ഭഗവാന്റെ അവതാര ലക്ഷ്യം അതാണ്, അവതാര രഹസ്യം അതാണ്. എപ്പോഴാണ് ഭഗവാൻ ഇറങ്ങി വരിക? പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. സാധു സംരക്ഷണത്തിനും ദുഷ്ടസംശിക്ഷണത്തിനും ധർമ്മത്തിൻ നിലനിൽപ്പിനും യുഗം തോറും ജനിക്കുവൻ. യഥാ യഥാ ഹി ധർമ്മസ്യ, അതിൻ്റെ മുമ്പിലത്തെ ശ്ലോകം, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത. എപ്പോഴൊക്കെയോ ധർമ്മത്തിന് കോട്ടം തട്ടുന്നു ഭാരത, അല്ലെങ്കിൽ ധർമ്മത്തിന് എപ്പോഴൊക്കെയോ കോട്ടം തട്ടുന്നു ഭാരത, ആ സമയത്തൊക്കെ ഞാൻ വന്ന് നിങ്ങളെ രക്ഷിക്കും, ഗ്യാരണ്ടീഡ്. അപ്പോൾ ഒരു ചോദ്യം, ഇന്നെന്താ ഭഗവാൻ ഇപ്പോൾ വരാത്തക്കാരൻ്റെ സമയമായില്ലേ? ആയിട്ടില്ല. അധർമ്മം ഫുൾ ഹോഗിലെത്തിയിട്ടില്ല, 4th ഗിയറിൽ പോകാൻ തുടങ്ങിയിട്ടില്ല, 3rd ഗിയറിലേ ആയിട്ടുള്ളൂ. അധർമ്മം 3rd ഗിയറിലേ ആയിട്ടുള്ളൂ. ഇനി എന്ത് കാത്തു നിൽക്കാനാ? കണ്ടില്ലേ, ഇപ്പോൾ കണ്ടില്ലേ ലോകത്തിൽ കാണുന്ന അധർമ്മമൊക്കെ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ലോകത്തിൽ കാണുന്ന അധർമ്മം ഉണ്ട്, സമ്മതിക്കണു. പക്ഷെ നിങ്ങൾ ധർമ്മജ്ഞനാണോ? പിന്നെ ഞാൻ ഒന്നും പറയണ്ട, ഞാൻ എന്താ ചെയ്തിരിക്കണം? ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഒരധർമ്മമായിട്ടുള്ള കാര്യം ഞാൻ ചെയ്തിട്ടില്ല. ആ അധർമ്മത്തിനെ തടുക്കാൻ നിങ്ങൾ അധർമ്മം പ്രയോഗിച്ചോ? മനസ്സിലായില്ല. അധർമ്മത്തിനെ തടുക്കാൻ നിങ്ങൾ അധർമ്മമാണോ പ്രയോഗിച്ചത്, ധർമ്മമാണോ പ്രയോഗിച്ചത്? ധർമ്മം പ്രയോഗിച്ച് തോറ്റുവോ, അതോ അധർമ്മം പ്രയോഗിച്ച് അധർമ്മത്തിൻ്റെ വരവിനെ തടുക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഒന്ന് ശരിക്കും പറയണ്ടോ എന്താ സംഭവം എന്നുള്ളത്? കോളേജിൽ അഡ്മിഷൻ മകന് തരില്ല ഡൊണേഷൻ തന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ എന്നാ വേണ്ട എന്ന് പറഞ്ഞോ, അതോ ഡൊണേഷൻ നിങ്ങൾ കൊടുത്തുവോ? അത് പിന്നെ അപ്പോൾ നിങ്ങൾ അധർമ്മത്തിന് കീഴ്പ്പെടുകയല്ലേ ഉണ്ടായത്. അപ്പോൾ നിങ്ങളെവിടെയാണ് ധർമ്മവാനായത്? ആവശ്യം വന്നപ്പോൾ
ധർമ്മം കൈവെടിഞ്ഞു. 2 കിലോമീറ്റർ അധർമ്മമായിട്ട് നടക്കുമെന്ന് വിചാരിച്ചു. പിന്നെ ധർമ്മമായിട്ട് നടന്നു. പിന്നെ ഒരു പ്രശ്നം വന്നു, ആളുടെ കല്യാണം വന്നു. ഹേയ് ഡൗറി ചോദിച്ചു. ഡൗറി കൊടുക്കാണ്ട്, ഡൗറി ഒന്നും ഇന്നത്തെ കാലത്തൊന്നും കൊടുക്കില്ല എന്ന് ഇന്നലെ വരെ പ്രസംഗിച്ച് നടന്ന ആള് ആളുടെ കല്യാണം വന്നപ്പോൾ അത് എന്തപ്പം അങ്ങനെ അങ്ങനെ ഡൗറിയായിട്ട് കൊടുത്തോന്നല്ല അത്, പിന്നെ ദാനം കൊടുത്തതോ, പിന്നെ എന്താ അല്ല കുട്ടി എത്ര നേരം അങ്ങനെ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കുക? വേണ്ട. അപ്പം നിങ്ങളും ധർമ്മത്തിന് കീഴ്വഴങ്ങി അധർമ്മം പ്രവർത്തിച്ചു. പിന്നെ നിങ്ങളെവിടെ ധർമ്മജ്ഞൻ എന്ന് പറയുന്നത്? ആ ധർമ്മത്തിന് എവിടെ കോട്ടം പറ്റിയേ? നിങ്ങൾ അധർമ്മിയായി മാറിയില്ലേ? നിങ്ങൾ അധർമ്മിയായി മാറാതെ നിങ്ങൾക്ക് ജീവിക്കാൻ അസഹ്യമായിട്ടൊരു എന്താ പറയുക പരിതസ്ഥിതി സൃഷ്ടിച്ചൊല്ലിലോ. ആ അധർമ്മം പേടിപ്പിക്കാൻ തുടങ്ങുമ്പോഴേക്ക് നിങ്ങൾ അതിൽ വീണില്ലേ? എതിർത്ത് നിന്നോ നിങ്ങൾ? ഇല്ല ഞാൻ തരില്ല എന്ന് പറഞ്ഞ് എതിർത്ത് നിന്നോ? എനിക്ക് ഡൊണേഷൻ തരാണ്ട് ഞാൻ കുട്ടിയെ പഠിപ്പിക്കില്ല എന്ന് നിങ്ങൾ പറഞ്ഞു നിന്നോ? ഇല്ലല്ലോ. ചോദിക്കുമ്പോഴേക്കും എടുത്ത് അങ്ങോട്ട് കൊടുത്തില്ലേ? നിങ്ങളെന്ത് ധർമ്മജ്ഞനാ? അപ്പോൾ ധർമ്മം നശിച്ചു എന്ന് പറയുന്നത് ശരിയല്ല, നശിച്ചിട്ടില്ല. ഇനിയും കുറച്ചൊക്കെ ഉണ്ട്. അധർമ്മം മുഴുവനായിട്ടില്ല. അധർമ്മം മുഴുവനാണെങ്കിൽ ധാർമ്മിക വഴിയിൽ നടക്കുന്നവർ സങ്കടപ്പെടണം, അവർക്ക് വീർപ്പ് മുട്ടണം. അധർമ്മത്തിൽ ധാർമ്മികമായിട്ട് നടക്കുന്നവർ ഇപ്പോൾ എവിടെ വീർപ്പ് മുട്ടണം? നിങ്ങൾ ധാർമ്മികമായിട്ട് നടക്കുന്ന ഒരാളാണ്. 2 അധർമ്മഘട്ടം വന്നപ്പോൾ നിങ്ങൾ വീർപ്പ് മുട്ടിയോ? ഇല്ലല്ലോ. മകളുടെ കല്യാണം കഴിയില്ല, ഞാൻ കൊടുത്തില്ല, അത് വലിയൊരു ഇതായിപ്പോയി, പക്ഷെ എന്നാലും ഞാൻ പിടിച്ചു നിന്നു എന്ന് പറഞ്ഞില്ലല്ലോ നമ്മൾ. മകൻ്റെ അഡ്മിഷൻ വേണ്ടെങ്കിൽ വേണ്ട, പുല്ല് എന്ന് പറഞ്ഞില്ലല്ലോ. അപ്പോൾ നമ്മൾ അധർമ്മത്തിന് വഴങ്ങിയില്ലേ? ധർമ്മം അധർമ്മത്തിന് അടിമപ്പെട്ടാൽ അതും അധർമ്മം തന്നെയാണ്. അധർമ്മത്തിന് അടിമപ്പെട്ടിട്ടുള്ള ധർമ്മവും അധർമ്മം തന്നെയാണ്, പര്യായ ശബ്ദം മാത്രം. ധർമ്മത്തിന് കീഴ്പ്പെട്ട് നിൽക്കുന്ന അധർമ്മത്തിന് കീഴ്പ്പെട്ട് നിൽക്കുന്ന ധർമ്മം അതും ഒരു തരം അധർമ്മം തന്നെയാണത്. അതുകൊണ്ട് അവതാരം എടുക്കണമെങ്കിൽ ധർമ്മജ്ഞന്മാർക്കെല്ലാം വീർപ്പ് മുട്ടണം, ഓക്സിജൻ കിട്ടാണ്ട് വീർപ്പ് മുട്ടിയിരിക്കണ സന്ദർഭം. അല്ലെങ്കിൽ എന്തിനാ ഭഗവാന്? അല്ലെങ്കിൽ ഭഗവാന്റെ ആവശ്യം എന്താ ഉള്ളത്? ഭഗവാൻ എപ്പോഴാ വരെ? പരിത്രാണായ സാധൂനാം, സാധുക്കളെ രക്ഷിക്കാൻ. നിങ്ങളെ രക്ഷിക്കാൻ ഞാൻ വേണ്ട. നിങ്ങൾ കൈക്കൂലി കൊടുത്ത് നിങ്ങളെ രക്ഷിക്കില്ലേ? നിങ്ങൾ ഡൗറി കൊടുത്ത് നിങ്ങളെ രക്ഷിച്ചില്ലേ? ഞാൻ എന്തിനാ? ഡൗറി ഈസ് ഗോയിങ് ടു സോൾവ് ദ പ്രോബ്ലം, ഡൊണേഷൻ ഈസ് ഗോയിങ് ടു സോൾവ് ദ പ്രോബ്ലം. ഞാൻ എന്തിനാ വരണേ അവിടെ? അപ്പം പരിത്രാണായ സാധൂന എന്നുള്ള കണ്ടീഷൻ ഫുൾഫിൽ ആയിട്ടില്ല. യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി, ധർമ്മത്തിന് ഗ്ലാനി വന്നിട്ടില്ല. അല്ലേ? ഭഗവാൻ വരാറായിട്ടില്ല. വരാറായി അദ്ദേഹത്തിന് അറിയാം, അപ്പോൾ വരും. നമ്മുടെ ജന്മത്തൊന്നും വരില്ല, തീർച്ചയാണ്. അപ്പോൾ പരിത്രാണായ സാധൂനാം വിനാശായ ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഞാൻ ഇറങ്ങി വരും ധർമ്മത്തിന് കോട്ടം വന്നു കഴിഞ്ഞാൽ. ദൈവമാഹാത്മ്യത്തിൽ എത്ര കഥകളാണ് അതിനെക്കുറിച്ചുള്ളത്. രാക്ഷസന്മാരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അവതാരം ദേവിയുടെ എത്ര കഥകൾ രാക്ഷസന്മാരെ ഉന്മൂലനാശനം ചെയ്തത്. ദേവന്മാരുടെ പ്രാർത്ഥന അനുസരിച്ചിട്ട്. ദേവന്മാർക്ക് ഇരിക്കപ്പുറതിയില്ല, അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അവർ അധർമ്മം കാണിക്കുന്നുമില്ല. അതുകൊണ്ടാണ് അവിടെ ദേവന്മാരെ രക്ഷിക്കാൻ കാരണം ദേവി. ദേവന്മാർ രാക്ഷസന്മാരെ പോലെ ബിഹേവ് ചെയ്തിട്ടില്ല. അവർ ധാർമ്മിക വഴിയിൽ കൂടെ തന്നെ പോയിട്ടുള്ളൂ. പക്ഷേ അവർക്ക് ഇരിക്കപ്പുറതിയില്ല. പിന്നാമ്പുറത്ത് നോക്കിയാൽ തീയെ, മുമ്പിൽ നോക്കിയാൽ വെള്ളം, റൈറ്റ് സൈഡിൽ നോക്കിയാൽ വായു, മറ്റോട്ട് നോക്കിയാൽ വെള്ളം. ആകപ്പാടെ കിടന്ന് കിടിലം കൊള്ളുകയായിരുന്നു. ആ സമയത്താണ് പ്രാർത്ഥന, ദേവി രക്ഷിക്കണേ. അവിടുത്തെ കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വി ആർ പെർഫോമിങ് യുവർ ആക്ഷൻസ്. ഞങ്ങൾ നിക്ഷിപ്തമായിട്ടുള്ള കാര്യങ്ങൾ, അമ്മ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്.
അതെല്ലാം ഞങ്ങൾ സദാ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതാ അവിടുന്ന് ഇവിടുന്നൊക്കെ വന്നിട്ട് രാക്ഷസന്മാർ ഒന്ന് ഉപദ്രവിക്കുന്നു. ഞങ്ങളുടെ വൈരികളാണ് അവരെ ഒന്ന് തകർത്ത് വിട്ടാലും. സർവബാധാ പ്രശമനം ത്രൈലോക്യാസ്യ അഖിലേശ്വരി. ത്രൈലോക്യ അഖില ഈശ്വരി, മൂന്ന് ലോകത്തിനും ഈശ്വരിയായിട്ടുള്ള അമ്മേ, സർവബാധാ പ്രശമനം, എല്ലാ രീതിയിലുള്ള ബാധകളും ഞങ്ങളിൽ നിന്ന് ഒന്ന് ഒഴിക്കണേ. ഒന്നെന്ന് പറയാൻ വയ്യ, 100 കണക്കിന് രാക്ഷസന്മാർ വന്ന് ഉപദ്രവിക്കണം. എവിടെ നോക്കിയാലും ക്രിമിനൽ ആക്ടിവിറ്റീസ്, കൂട്ടക്കൊല, തീവെപ്പ്, എന്താണെന്ന് പറയാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് ദേവലോകം മാറിയിരിക്കുന്നത്. ഭൂമിയിലും പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണ് ആൾക്കാർ. സർവബാധാ പ്രശമനം ത്രൈലോക്യാസ്യ അഖിലേശ്വരി ഏവം ഏവ ത്വയാ കാര്യം. അമ്മയുടെ കാര്യമല്ലേ, അമ്മ യുവർ ഗോൾ ഈസ് വേൾഡ് വെൽഫെയർ, ലോകാസമസ്ത സുഖിനോ ഭവന്തു. അതിന് ആ എന്താ പറയുക, ആ ഒരു ഗോൾ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട്, ആ ഒരു ഗോളിലേക്ക് ഈ ലോകത്തിനെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെയൊക്കെ പാവകളായി അമ്മ കളിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. ഞങ്ങളതൊക്കെ കളിക്കുന്നില്ല. എന്തൊക്കെ വേഷം കെട്ടിയിട്ടാണ് ഞങ്ങൾ കളിക്കണത്? നമ്മുടെ ആജ്ഞ അനുസരിച്ചിട്ടല്ല ഞങ്ങൾ നീങ്ങണത്. ഞങ്ങൾക്ക് അതല്ലാണ്ട് ഞങ്ങളുടേതായിട്ടുള്ള സ്വന്തം കഴിവ് വല്ലതുണ്ടോ? ഞങ്ങളുടെ കയ്യിൽ സ്വന്തം കഴിവുണ്ടെങ്കിൽ ഞങ്ങൾ നശിപ്പിക്കില്ലേ രാക്ഷസന്മാരെ? ഞങ്ങൾക്ക് ഒരു കഴിവുമില്ലല്ലോ. അമ്മയുടെ ആജ്ഞപ്രകാരം, അമ്മയുടെ ശക്തി പ്രകാരം ഞങ്ങൾ നടക്കുന്നു ലോകത്തിൽ, പ്രപഞ്ചത്തിൽ. ഏവമേവ ത്വയാ കാര്യം, അമ്മയുടെ കാര്യമാണ് ഞങ്ങൾ ചെയ്യണം. അസ്മത് വൈരി വിനാശനം, അതുകൊണ്ട് ഞങ്ങളുടെ വൈരികളെ ഒന്ന് നശിപ്പിക്കൂ. അങ്ങനെ ധർമ്മത്തിൻ്റെ ശത്രുക്കളെ നശിപ്പിക്കാനായിട്ട് എത്ര അവതാരങ്ങൾ അമ്മ എടുത്തിട്ടുണ്ട്. ഏതെല്ലാം രാക്ഷസന്മാരെ ഹനിച്ചിട്ടുണ്ട്. ഭഗവാൻ എത്ര അവതാരങ്ങൾ, ദശാവതാരങ്ങൾ മെയിനായിട്ട് 10 അവതാരങ്ങൾ എടുക്കാനുള്ള കാരണം എന്താ? ഒക്കെ രാക്ഷസന്മാരെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലേ, ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലേ. വളരെ സുപരിചിതമായിട്ടുള്ള 2 അവതാരങ്ങൾ നമ്മൾ എടുത്തോളൂ, കൃഷ്ണാവതാരവും രാമാവതാരവും. ധർമ്മം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ളതല്ലേ. ധർമ്മം നിലനിർത്തിയ രീതി രണ്ടുപേരും സ്വീകരിച്ച് രണ്ടാണെങ്കിലും ലക്ഷ്യം രണ്ടാളുടെ ഒന്നായിരുന്നു, കൃഷ്ണൻ്റെയും രാമൻ്റെയും. അത് കാലത്തിനനുസരിച്ചിട്ടുള്ള ഭേദമാണ്. അതുകൊണ്ട് ഭഗവാന്റെ പ്രാഥമിക കർത്തവ്യം എന്താ? ഇതിന് നമ്മളെ രക്ഷിക്കുക. ഈ പുരാണങ്ങളൊക്കെ നമ്മൾ സമഷ്ടി തലത്തിൽ നോക്കുമ്പോൾ ഓക്കെ, മാക്രോ കോസ്മിക്, ലോകം മുഴുവൻ എടുക്കണു, ആ ലോകത്തിനെ മുഴുവൻ വിഴുങ്ങാൻ ശത്രു വരുന്നു, ലോകത്തിനെ മുഴുവൻ കൈയടക്കാൻ ഒരു ശത്രു വരുന്നു, ഒരു കംസൻ വരുന്നു, രാവണൻ വരുന്നു. പക്ഷെ ഇതൊക്കെ വ്യക്തിപരമായിട്ട് എൻ്റെ വ്യക്തിത്വത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ എൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്, എൻ്റെ പേഴ്സണാലിറ്റിയിൽ ഇതൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ എൻ്റേതായിട്ടുള്ളൊരു ഭൂമിയിലാണ് ജീവിക്കണം. ആ ഭൂമി എന്ന് പറയുന്നത് ഏതാ? എൻ്റെ നിലനിൽപ്പ് ഏതാ? ഉള്ളിൽ പ്രകാശിക്കുന്ന ചിദാനന്ദ സ്വരൂപം ശിവോഹം ശിവോഹം. സമയത്ത് ഇങ്ങനെ പൾസടിക്കുന്നില്ല, ടക്ക് 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 ടക്കുന്ന ആ തുടിപ്പാണ് എന്നെ നിലനിർത്തുന്നത്. അതാണ് എൻ്റെ ലോകം. അതിനെ ആക്രമിക്കാനായിട്ട് എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കുറേ വൈരികൾ കയറി വരുന്നു. കാമക്രോധ ലോഭമോഹ മതമാത്സര്യങ്ങൾ. ഒരു പരിധിക്കൊക്കെ അവരെ വിടും, പോട്ടെ സാരില്ലേ, കുട്ടികളല്ലേ കളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. അല്ല, മുറത്ത് കയറി കൊത്താൻ തുടങ്ങിയാൽ ശക്തി വെറുതെ ഇരിക്കില്ല. നമ്മളെ കൊണ്ട് തന്നെ ഓരോന്ന് ചെയ്യിപ്പിച്ചിട്ട് ആ ശത്രുക്കളെ കീഴടക്കാൻ നോക്കും. മനസ്സാണ് ഈ ശത്രുക്കളെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ മനസ്സിനെ ആദ്യം കീഴ്പ്പെടുത്തി മനസ്സിൽ നല്ല ഗുണങ്ങൾ ഉണ്ടാക്കി അഹങ്കാരമോകാരങ്ങളൊക്കെ തുടച്ചടിച്ച് കളഞ്ഞ്, നേരത്തെ പറഞ്ഞ പോലെ പാത്രം വെടുപ്പാക്കിയിട്ട് അതിലെ സദ്ബുദ്ധി നിറച്ചിട്ട് ഈ ശത്രുക്കളെയൊക്കെ ആട്ടി ഓടിക്കും. കാരണം കാമയേഷ ക്രോധയേഷ രജോ ഗുണ സമുദ്ഭവ. ഈ രജോ ഗുണത്തിൽ നിന്ന് ഉത്ഭവിച്ച കാമത്തിനെയും ക്രോധത്തിനെയും ഈ 2 രാക്ഷസന്മാരെയും അവരെന്താ ചെയ്യുക? എൻ്റെ നിലനിൽപ്പ് ഇല്ലാണ്ടാക്കും. ഞാനൊരു മനുഷ്യനായിട്ട് ജീവിക്കുന്നത് ഇല്ലാണ്ടാക്കും. എൻ്റെ കയ്യിലൊരു ജ്ഞാനം എന്ന് പറയുന്ന സാധനമുണ്ട്, അതിനെ അപഹരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ വരുന്നത്. ജ്ഞാനരത്നാപഹാരായ. അത് അപഹരിക്കാണ്ടിരിക്കാൻ നോക്കുക. അത് നമ്മുടെ ധർമ്മമാണ്. അത് പൂർത്തീകരിച്ച് തരേണ്ടത് ഭഗവാന്റെ ധർമ്മമാണ്.
നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ചൈതന്യത്തിൻ്റെ ധർമ്മമാണ്. ആ ചൈതന്യം നമുക്ക് വഴി കാട്ടും, ഒരു സംശയവുമില്ല. നമ്മൾ വെറുതെ നിന്ന് കൊടുത്താൽ മതി. ട്രെയിനിൽ കയറിയിട്ട് ഓടേണ്ട കാര്യമൊന്നുമില്ല ഡെസ്റ്റിനേഷനിലെത്താൻ. അത് എഞ്ചിൻ നമ്മളെ കൊണ്ടുപോകും. അതിൽ കിടന്ന് ഓടിയോണ്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ അജ്ഞാനം, അഹങ്കാരം, ഈ വക രാക്ഷസീയ ബുദ്ധികളെ മെല്ലെ മെല്ലെ പ്രശമനം വരുത്തിയിട്ട് എങ്ങനെയാണ് വരുത്തുക? അഭ്യാസേനത് കൗന്ദേയ വൈരാഗ്യേന ച ഗൃഹ്യത. ധൃതി പിടിക്കേണ്ട മോനെ, മെല്ലെ മെല്ലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. അസംശയം മഹാബാഹോ, നീ പറയുന്നത് ശരിയാണ്. ചഞ്ചലം ഹി മനകൃഷ്ണ, മനസ്സിനെ പിടിച്ചാൽ കിട്ടണില്ലല്ലോ ഭഗവാനെ, കിട്ടില്ല. അത് പോണ വഴിക്ക് പോട്ടെ. അചഞ്ചലം, ദുഷ്ട മനസ്സായിട്ടാണ് വരുന്നത് ഓരോ പ്രവൃത്തികൾ. അതിനെ പിടിച്ചാൽ കിട്ടുന്നില്ല, ബുദ്ധിമുട്ട് തന്നെയാണ്. നീ പറയുന്നത് ശരിയാണ്. പക്ഷേ അതിനെ ടേം ചെയ്യാനായിട്ട്, ടേമിങ് ദ ഷ്രൂ എന്ന് പറഞ്ഞിട്ടില്ലേ, അതിനെ ടേം ചെയ്യാനായിട്ട്, അതിനൊന്ന് പക്വതപ്പെടുത്താനായിട്ട് നിനക്ക് പറ്റും. എങ്ങനെ? അഭ്യാസേന കൗന്ദേയ, അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും. ഡിറ്റാച്ച്മെൻറ്റ് ആൻഡ് പ്രാക്ടീസ്, സാധന. അൾട്ടിമേറ്റ്ലി എന്താ വരുന്നത്? മനസ്സിനെ പക്വതപ്പെടുത്തി കഴിഞ്ഞാൽ ഗോഹിതം തന്നെ സംഭവിക്കും. ഇറ്റ്സ് എ മാറ്റർ ഓഫ് കോഴ്സ്. അത് ആരുടെ അനുഗ്രഹം എന്നൊന്നും പറയേണ്ട അതിന്. അത് ഭഗവാന്റെ ഒരു സിസ്റ്റമാണ്. അത് ആ സിസ്റ്റം വർക്ക് ചെയ്തോളും. ഓട്ടോമാറ്റിക്കലി റിസൾട്ട് വരും അവിടെ. അപ്പോൾ നമ്മൾ ചില ക്യാരക്ടേഴ്സൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓൺലൈനിൽ ആപ്ലിക്കേഷനൊക്കെ കൊടുക്കുമ്പോൾ തന്നെത്താൻ അങ്ങോട്ട് പോവില്ലേ. നമ്മളായിട്ട് അതിനെ അപ്ലിഫ്റ്റ് ചെയ്യൊന്നും വേണ്ട. പണ്ട് ടൈപ്പ് റൈറ്ററിൽ ഇങ്ങനെ ചക്രം തിരിക്കണ പോലെ തിരിച്ച് റൈറ്റ് സൈഡിൽ ആ റോളർ ഇങ്ങനെ തിരിച്ച് മേപ്പിട്ട് കയറ്റൊന്നും വേണ്ട. അത് തന്നെത്താൻ ഫസ്റ്റ് കുറേ ക്യാരക്ടേഴ്സ് നമ്മൾ കറക്റ്റായിട്ട് അടിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ കോളത്തിലേക്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പൊക്കോളും. ഏതെങ്കിലും ഒരു ക്യാരക്ടർ അടിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് അവിടെ നിൽക്കും, പിന്നെ പോവില്ല. അതാണ് മനസ്സ്. എന്താ ഈ ഉള്ളി കമ്പ്യൂട്ടർ, മനസ്സിലെ കമ്പ്യൂട്ടർ സിസ്റ്റം എന്നാണ് വിചാരിക്കുന്നത് നിങ്ങൾ? മോസ്റ്റ് മോഡേൺ കമ്പ്യൂട്ടേഴ്സ് ഇപ്പുറത്തിരിക്കുകയുള്ളൂ. അതാണ് അതിൻ്റെ സിസ്റ്റം. അപ്പോൾ അത് നമ്മളെ കൊണ്ടുപോയിക്കോളും. നമ്മളതിന് കോപ്പറേറ്റ് ചെയ്യാൻ മാത്രമേ വേണ്ടൂ. അപ്പോൾ ആ തത്വത്തിനെ നമ്മൾ മനസ്സിലാക്കുക. ഉള്ളിൽ ആദ്യം തന്നെ നമ്മൾ ആരാണെന്ന് ആദ്യം അറിയാം. ഫസ്റ്റ് പോയിന്റ്, ഹൂ ആർ യു? അതറിയാത്ത അജ്ഞാനമാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് മുഴുവൻ. ഗെറ്റ് റൈറ്റ് നോളജ്. വിശ്വസിക്കണ്ട. അപ്പോൾ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്, ഉണ്ടായിക്കൂടാന്നില്ല. ആയിക്കോളും, എന്നാലും വിരോധമില്ല. പിന്നെ ആ വിശ്വാസം ഉറച്ച് അത് നല്ല ഉറച്ച വിശ്വാസം ആയിക്കോളും. ഇപ്പം നമ്മൾ അതുകൂടി എൻ്റർടൈൻ ചെയ്യാൻ തയ്യാറല്ല. ഞാനല്ലാതെ വേറെ ആരും എന്നിലില്ല എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും? ആ ഞാനെന്ന് പറയുന്നത് ആരാ? ദേഹം, മനസ്സ്, ബുദ്ധി. ബസ്. ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ കുട്ടികൾ മാത്രം ഈ ലോകത്തിൽ, വേറെ ആരുമില്ല ഈ ലോകത്തിൽ. അപ്പോൾ ഈ മനസ്സ്, ശരീരം, ബുദ്ധി എന്ന് പറഞ്ഞാൽ ടുഗദർ ഈസ് മീ, നത്തിങ് മോർ. അതല്ലടോ, എൻ്റെ അപ്പുറത്തൊന്നുണ്ട്, താൻ അതാണ്. അതെയോ? നോക്കാം. ഇല്ലെന്നെനിക്ക് തോന്നുന്നു. പക്ഷേ അങ്ങനെ ഒരു സംശയം ഉണ്ടാക്കുമോ മനസ്സിൽ? എന്നാലും മതി, പിന്നെ ഡെവലപ്പ് ചെയ്തെടുത്തോളാം. അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും പിന്നെ ഡെവലപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു ചെറിയൊരു സംശയം പോലും മനസ്സിൽ വരട്ടെ. അത് വന്നാൽ പിന്നെ ഭഗവാൻ നമ്മളെ ഹെൽപ്പ് ചെയ്തോളും. അതിനല്ലേ ഗോഹിത എന്ന് പറയുന്നത്. പശുവിൻ്റെ ക്വാളിറ്റി നമുക്കുണ്ടെങ്കിൽ ഭഗവാൻ ഹിതമായിട്ട് കഴിയും. ബ്രാഹ്മിൻസ് ക്വാളിറ്റി നമുക്കുണ്ടെങ്കിൽ ചെയ്യും. ഭൂമിയായിട്ടുള്ള ശക്തിയെ നമ്മൾ സംരക്ഷിക്കണമെന്ന ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ ഗോഹിതം ചെയ്യും ഭഗവാൻ. അപ്പോൾ നമ്മളിലുള്ള ചൈതന്യം തീർച്ചയായിട്ടും അവയെ നശിപ്പിക്കും. അത് എൻ്റെ ധർമ്മമാണ്, എന്നിലുള്ളിലിരിക്കുന്ന എൻ്റെ ധർമ്മമാണ്. ഇറ്റ് ഈസ് മൈ സെൽഫ്, ദാറ്റ് ഈസ് മൈ ധർമ്മ. അതില്ലെങ്കിൽ ഞാൻ ഇല്ല. അതുകൊണ്ടാണ് എൻ്റെ ധർമ്മ എന്ന് ഞാൻ പറയുന്നത്. ധർമ്മ എന്ന് വെച്ചാൽ എന്താ? സംതിങ് വിച്ച് എക്സിസ്റ്റ് ബിക്കോസ് ഓഫ് ദാറ്റ്, വിത്തൗട്ട് വിച്ച് ഇറ്റ് കനോട്ട് എക്സിസ്റ്റ്, വിത്ത് വിച്ച് ഇറ്റ് വിൽ എക്സിസ്റ്റ്. അപ്പോൾ ആ ചൈതന്യം എന്ന് പറയുന്നത് ഉള്ളിടത്തോളം കാലം ഞാനുണ്ട്. അതില്ലെങ്കിൽ ഞാനില്ല. ഗതേതവായോ ദേഹാവായേ ഭാര്യാഭിപ്യതി തസ്മിൻ കായേ. ആസ് ലോങ് ആസ് അതുള്ളിടത്തോളം കാലം ഐ എക്സിസ്റ്റ്. വൺസ് അതില്ലാണ്ട് പോയോ, ഐ ഗോ ഫോർ എവർ.
അതുകൊണ്ട് അതെൻ്റെ ധർമ്മമാണ്, അതുണ്ടെങ്കിൽ എനിക്ക് നിലനിൽപ്പുള്ളൂ, അതെൻ്റെ നിലനിൽപ്പാണ്, അതെൻ്റെ ഭൂമിയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ കാലക്രമേണ അഹങ്കാരത്തിനൊക്കെ ഉന്മൂലനാശം ചെയ്യും. അതിനെന്താ വേണ്ട? പ്രാർത്ഥിക്കുക ഭഗവാനോട്. പ്രാർത്ഥിക്കാണ്ട് ഭഗവാൻ പ്രീതിപ്പെടില്ല. പ്രാർത്ഥന വേണം. ഭഗവാന് കണ്ടറിഞ്ഞേ, ഭഗവാൻ അറിഞ്ഞൂടെ ഞാൻ ബുദ്ധിമുട്ടിലാന്ന്, ഒന്നിങ്ങോട്ട് വന്നാൽ എന്താ? വരില്ല. അങ്ങോട്ട് വിളിക്കാണ്ട് വരില്ല. ഈസ് എ ജെൻറ്റിൽമാൻ, നമ്പർ 1 ജെൻറ്റിൽമാൻ. വിളിച്ചാൽ വരും. വിളിക്കാണ്ട് അവിടെ ഒന്ന് കണ്ടില്ലേ കണ്ടില്ലേ എന്നിങ്ങനെ ആലോചിച്ചിട്ട് കാര്യമില്ല, ഭഗവാൻ വരില്ല. കാരണം നിങ്ങളും ഭഗവാനും വേറെ എന്നാണ് നിങ്ങളുടെ അപ്പുറത്തെ വിചാരം. പിന്നെ ഭഗവാനെ വിളിക്കാണ്ട് എങ്ങനെ ഭഗവാൻ വരിക? ഞാനും ഭഗവാനും രണ്ടല്ല ഒന്നാണെന്നുള്ള ധാരണ മനസ്സിലുണ്ടെങ്കിൽ പിന്നെ പ്രാർത്ഥനയൊന്നും വേണ്ട. പിന്നെ ഭഗവാൻ നിങ്ങളെ രക്ഷിച്ചോളും, നോക്കിക്കോളും. യോഗക്ഷേമം വഹാമ്യഹം. ഇപ്പോഴത്തെ നില അങ്ങനെയല്ല. ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ റിലേഷൻഷിപ്പ് നിങ്ങളും ഭഗവാനായിട്ട് അങ്ങനെയല്ല. അയാളാരെ, അയാൾ വേറെ, ഞാൻ വേറെ. അത് വേ ഇത് റേ. അപ്പോൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം, തീർച്ചയായിട്ടും പെറ്റീഷൻ കൊടുക്കണം, തീർച്ചയായിട്ടും പ്രെയർ വേണം. പ്രെയർ ഉണ്ടെങ്കിൽ നടക്കും. ആ പ്രെയർ വേണ്ടാത്തൊരവസ്ഥയിലേക്ക് നിങ്ങൾ ചെല്ലണം. എ സ്റ്റേറ്റ് ഓഫ് പ്രെയർലെസ്നെസ്. അങ്ങോട്ട് എത്തണം. അങ്ങോട്ട് എത്തണമെങ്കിൽ അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാണ് എന്നുള്ള ധാരണ മനസ്സിൽ വരണം. മനസ്സിലായി? അതുവരെ പ്രാർത്ഥിച്ചേ പറ്റൂ. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വേറെ, ഭഗവാൻ വേറെ. അതുകൊണ്ട് ഭഗവാൻ നിങ്ങൾക്ക് ഒന്ന് രക്ഷിക്കണമെങ്കിൽ ഇറ്റ് ഈസ് എൻ എക്സ്റ്റേണൽ ഹെൽപ്പ്, സെൽഫ് ജനറേറ്റഡ് ഹെൽപ്പ് അല്ല. നിങ്ങൾ രണ്ടും രണ്ടായിട്ടല്ലേ കാണുന്നത്? ഭഗവാൻ രണ്ടും രണ്ടായിട്ടേ കാണുള്ളൂ. എന്ന് നിങ്ങൾ ഒന്നായിട്ട് കാണുമോ? ഭഗവാൻ അന്ന് മുതൽ ഒന്നായിട്ട് കാണും. നിങ്ങൾ ഇന്ന് മുതൽ ഒന്നായിട്ട് കാണാൻ തുടങ്ങിയാൽ ഭഗവാൻ ഇന്നലെ മുതൽ നിങ്ങളെ ഒന്നായിട്ട് കാണും. ഇന്ന് മുതൽ ഭഗവാൻ രണ്ടായിട്ട് കണ്ടോ, ഇന്നലെ മുതൽ ഭഗവാൻ നിങ്ങളെ രണ്ടായിട്ട് കാണും. അങ്ങൊരു സ്റ്റെപ്പ് ഫോർവേഡ് എപ്പോഴും. മനസ്സിലായില്ലേ? അതുകൊണ്ട് പ്രാർത്ഥിക്കുക. ഗോഹിതം ഉണ്ടാവാനായിട്ട് എല്ലാവരും നല്ലപോലെ പ്രാർത്ഥിക്കുക. മനസ്സിലായില്ലേ? അതാണ് ഗോഹിത എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അടുത്ത നാമം നമുക്ക് അടുത്ത ക്ലാസ് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ രക്ഷിക്കണേ.